ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട് കേട്ടോ. മഴ മാറിക്കഴിഞ്ഞാൽ നല്ല ചൂടുമാണ്. അങ്ങനെ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഹാസിം ഇന്ന് ഓൾറെഡി പോയിട്ടാ. ആളുടെ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ഇന്ന് കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ അതുകൊണ്ട് ആളെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാസ്ത വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈദയും പാലും ഒക്കെ വെച്ചിട്ടൊരു വൈറ്റ് ക്രീം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേവിച്ച പാസ്തയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പെപ്പറും സോൾട്ടും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്കിന്ന് ജിമ്മിലൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ സ്ഥിരം തട്ടിക്കൂട്ട് മോരുകറി ഉണ്ടല്ലോ, എല്ലാം വഴറ്റിയിട്ട് നമ്മുടെ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒഴിക്കുന്ന ആ ഒരു മോരുകറി അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മോരുകറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ചൂട് കൂടരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ മൺചട്ടി നല്ല തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിയും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യുക. ഏതൊരു നോർമൽ ചട്ടിയിലാണെങ്കിലും മൺചട്ടിയിലാണെങ്കിലും ചൂട് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ മൊത്തം പോവും, നമുക്ക് കഴിക്കാനും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ചൂടാക്കിയപ്പോൾ കുറച്ച് ചൂട് കൂടി അത് പിരിഞ്ഞു പോയി. ഞാനത് കളയാണ് ചെയ്തേട്ടാ. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ബാക്കി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മോരുകറി തന്നെയാണ്. കുമ്പളങ്ങയോ അല്ലെങ്കിൽ തേങ്ങ അരക്കേണ്ടയോ ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള മോരുകറിയാണ്. പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്മീന്ന്. അപ്പോൾ അത് കുറച്ച് ഒരു ചൊരക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടും കൂടി ഒന്ന് തോരനാക്കുക, ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോർമൽ മസാലയൊക്കെ തേച്ചൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ. ഫ്രൈ ഇപ്പോൾ ചെയ്യുന്നില്ല, പോയി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 2-3 സ്ഥലങ്ങളിലും ഒക്കെ പോകാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം പണിയൊക്കെ കഴിച്ചിട്ടൊരു 10:30-ക്കുള്ളിൽ ഇറക്കണം എന്നാണ് കേട്ടോ വിചാരിക്കണേ. ഞാൻ കഴിച്ചേക്കുന്ന തോരനുകളിൽ ഏറ്റവും ബെസ്റ്റ് തോരനാണ് കേട്ടോ ഈ ചൊരക്കയും ചെമ്മീനും കൂടി ഉള്ളത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മളുടെ ചെറിയുള്ളി ആണെങ്കിൽ ബെസ്റ്റാണ്. ചതമുളകൊക്കെ കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിന്ന് കുറച്ച് മീഡിയത്തിലാണ് എടുത്തത്. അത് ശരിക്കും നന്നായിട്ടാണ്, കാരണം ആസിമൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ കഴിച്ച് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ രാത്രി ആയപ്പോഴും കുറച്ച് ചെമ്മീൻ കുറച്ച് കൂടുതലും ചൊരക്കയുടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവും തോന്നിയപ്പോൾ ഞാൻ രാത്രി പിന്നെയും പോയി അത്രയും തന്നെ ഒരു വലിയ പീസ് ചൊരക്കയും കൂടി വാങ്ങി രാത്രി പിന്നെയും ആക്കിയെടുത്തിട്ടാണ്. പക്ഷേ ഒന്നും പറയാനില്ല, ഭയങ്കര ഒരു കോമ്പിനേഷനാണ് ഈ ഒരു വെജിറ്റബിളും ആ ഒരു പ്രോൺസും കൂടിയുള്ള ഒരു കോംബോ. ചെമ്മീൻ ഏതിലിട്ടാലും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇതെനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാസിമിനെ ഒന്ന് മുടി വെട്ടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അവൻ്റെ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു കൊറിയർ സർവീസിൽ നിന്ന് ഒരു കോള് വന്നു കേട്ടോ. അപ്പോൾ ഞാനെന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരുപാട് ആലോചിച്ചപ്പോഴും എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജ്വല്ലറി സെറ്റാണ് കിട്ടിയത്. അപ്പോഴാണ് അറിയുന്നത് ഇത്താത്ത സർപ്രൈസായിട്ട് എനിക്ക് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ വീണാസ് കറി വേൾഡ് പുതിയൊരു ജ്വല്ലറിയുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നല്ല 2 നെക്ലേസും കമ്മലും കൂടിയുള്ള ഒരു സെറ്റ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഒരാളങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സർപ്രൈസായിട്ട് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഹൃദയപൂർവ്വം സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനും ഇക്കാടെ ബ്രദറിൻ്റെ വൈഫും കൂടിയിട്ട് രാത്രി പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 1 ടൈം കാണാനുള്ളൊരു മൂവി, അത്രയേ ഉള്ളൂ. വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. അതിലെ സോങ്ങുകളും അതേപോലെ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും പറയാനില്ല കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ആ ഒരു ആക്ട്രസിൻ്റെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അത് മാത്രം കണ്ടിരിക്കാൻ തോന്നി. വേറെ കഥയോ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹാസിമിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഞാൻ ഫുഡ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കോൾഡ് സാൻഡ്വിച്ച് എൻ്റെ സിസ്റ്റർ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തണുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞാനത് ഒരു തവണ എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനതിൻ്റെ ടേസ്റ്റ് മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം രാത്രി തന്നെ മല്ലിയിലയും
കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് കുറച്ച് ബ്രസ്റ്റ് പീസ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതും ഞാൻ താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി റെഡിയാക്കണം. നമ്മുടെ സാധാ തേങ്ങയും മല്ലിയില, കുറച്ച് വെളുത്തുള്ളി, ഉപ്പ്, ഗ്രീൻ ചില്ലി. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഗ്രീൻ ചില്ലി ഒഴിവാക്കണ്ട, ഗ്രീൻ ചില്ലിയുടെയും കൂടി ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പീസ് ഗ്രീൻ ചില്ലി എരിവില്ലാത്തത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അത് നല്ല ഒരു ചട്നി ആയിട്ട് തന്നെ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ചട്നിയുടെ പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല, ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയുക. അതിലേക്ക് മയോണൈസ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക, ചട്നിയും തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല കൂളാക്കി എടുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണെന്ന് ഹാസബിന് കൊടുത്തയച്ചത്. ആൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചോറൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാണ് കേട്ടോ ലഞ്ച് ബോക്സിലേക്ക് ആക്കിയത്. ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ പോയി ഓരോ പാട്ടൊക്കെ പാടി അങ്ങനെ റെക്കോർഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ദുബായിൽ ചെന്നപ്പോഴാണ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ വാല്യൂ മനസ്സിലാക്കുന്നത്. കാരണം ദുബായിൽ ഒരു പാട്ടൊക്കെ പാടുന്നതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഉള്ള സമയം കൊണ്ട് കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ടും ഒരു സന്തോഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ വീട്ടിലിരുന്ന് പാടുന്ന പോലെയല്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാവുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ കട്ട് ചെയ്തും ക്ലിയർ ചെയ്തൊക്കെ പാടിയെടുക്കാമല്ലോ. അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് വേറൊരു ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അതൊക്കെ റെക്കോർഡ് ചെയ്ത് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് ഞാനൊരു 11:45 വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ കഴിയൂട്ടെ. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കില്ല, 2 ദിവസം മാക്സിമം. അപ്പോൾ അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് കുറച്ച് കോവക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടിവിയുടെ മുമ്പിലിരുന്ന് അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ദൃശ്യം 3യുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യൂസിൽ കണ്ടു. അതേപോലെ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടി എന്നുള്ള ന്യൂസും എല്ലാം കണ്ടു. അപ്പോഴാണ് ഇതേ ദൃശ്യം 2 അങ്ങനെ ഏഷ്യാനെറ്റ് മൂവീസിൽ കണ്ടത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ പുതിയ ടൈപ്പ് മൂവീസിനോടൊന്നും തീരെ ഒരു താല്പര്യം തോന്നാറില്ല. കണ്ടാലും ഒരു മടുപ്പ് പോലെയാണ്. എപ്പോഴും ഫാമിലി മൂവീസാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം. ഇതേപോലത്തെ സിനിമകളാണെങ്കിൽ ഞാൻ എപ്പോഴും ഇരുന്ന് കാണും. കണ്ട പടങ്ങൾ തന്നെ ഇഷ്ടമുള്ളത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണുന്നതാണ് ഇപ്പോൾ ഒരു ഹോബി. നല്ല ഹിറ്റായിട്ടുള്ള മൂവീസാണ്, തിയേറ്ററിൽ നല്ല മൂവിങ് ഉള്ള സിനിമയൊക്കെ ആണെന്ന് അറിഞ്ഞ് പോയി കാണുന്ന പടങ്ങളാണെങ്കിൽ കൂടി ഒട്ടും ഒരു തൃപ്തി തോന്നാറില്ല. ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു നല്ല പടം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തുടരും മൂവിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കണ്ട ഒരു സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഭയങ്കര റിവ്യൂ കണ്ട് ഞാൻ പോയി കണ്ട പടമാണ് കേട്ടോ ലോക. പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിലിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ പടങ്ങളൊന്നും ഇപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ഒരു തള്ള വൈബാണ് ഇപ്പോൾ എൻ്റെ മൈൻഡ്. അപ്പോൾ കോവയ്ക്കൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് കട്ട് ചെയ്തെടുത്ത് കുറച്ചൊക്കെ പഴുത്തതുണ്ടായിരുന്നു. എന്നാലും ഞാൻ കളയാൻ നിന്നില്ല കേട്ടോ. എന്തായാലും വാങ്ങിയതല്ലേ, അതങ്ങനെ അങ്ങോട്ട് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി മുളകൊക്കെ ആക്കി അതൊന്ന് ആക്കിയെടുക്കുകയാണ്. പിന്നെ കുറച്ച് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് അയിലായിരുന്നു. അങ്ങനെ അത് കൂടുതലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ചു. കുറച്ച് മാത്രം എടുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കറിയാക്കാമെന്ന് കണ്ടാ വിചാരിക്കണേ. എനിക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നിർബന്ധമാണ് കേട്ടോ. മാത്രമല്ല ജിമ്മിൽ പോയി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ ഫുഡ് കുറയ്ക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ വളരെ കുറവും തോരനൊക്കെയാണ് കേട്ടോ കുറച്ച് കൂടുതൽ. ഫിഷ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കും. ഇനി സാലഡുകളും എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡുകളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ബ്ലഡിലൊക്കെ അയൺ കണ്ടൻ്റൊക്കെ നല്ല കുറവാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 അയിലയോളം ഞാൻ മസാല വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഉപ്പും, പെപ്പർ പൗഡറും ലെമണൊക്കെ ആയിട്ട് മസാല ആക്കി എടുത്തിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. കോവക്കയുടെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ല വേവുണ്ട്. കുറേ സമയം നമ്മളിങ്ങനെ വഴറ്റി നിൽക്കണം. കുറച്ച് എണ്ണയുടെ യൂസും കൂടുതലായിരിക്കും.
വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് കിട്ടില്ല കേട്ടോ. അതേപോലെ അത് നല്ല വെളിച്ചെണ്ണയിൽ നല്ല വറുത്ത പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തു ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അതിലേക്ക് തന്നെയാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. പിന്നെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയുള്ളിയൊക്കെ വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഭയങ്കര മടിയായി. അങ്ങനെ സവാള തന്നെ അവസാനം എടുത്തു. പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി തേങ്ങ ഞാൻ കുറേ പൊതിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ അയില ഇട്ട് കൊടുക്കുകയാണ്. അയിലക്കറി പതിവിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെന്ന് ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചില്ല, കാരണം മഴ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് പുറത്ത് വെച്ചില്ല. പിറ്റേ ദിവസം പുട്ടിനൊക്കെ എടുത്തപ്പോൾ അത് ഇരുന്ന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫിഷ് കറി ഫേവറേറ്റ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയതാണ്. വേറെ മുളക് ചാറ് ഉണ്ടാക്കിയാലും വറുത്തരച്ചത് ഉണ്ടാക്കിയാലും എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ ഒരു തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന മീൻ കറിയാണ് കേട്ടോ. ഒരു ഞായറാഴ്ചയാണ് ഞാൻ മീൻ അന്വേഷിച്ച് ഇറങ്ങിയത്. ഭാഗ്യത്തിന് എനിക്കൊരു ഫിഷ് കട കിട്ടി. അത് നല്ല ഫ്രഷ് മീനുമായിരുന്നു കേട്ടോ. ആകെ ഒരു അയിലയും പിന്നെ കുറച്ച് ചെമ്മീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വാങ്ങിയ മീൻ എന്തായാലും വർത്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അയില പൊതുവേ നല്ല ഇഷ്ടമുള്ള മീനാണ് കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും നല്ല മീറ്റുള്ളതാണല്ലോ. പിന്നെ ചെറിയ മുള്ളുകൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ് മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയ്യിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് മീൻകറിയുടെ മുകളിലേക്ക് ആ ഒരു ഗ്രേവിയൊക്കെ വരാൻ പാകത്തിനാക്കി എടുക്കുക, തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് സിമ്മിലിട്ട് എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും തോരനും എല്ലാം റെഡിയായി. ഹാസിമും എൻ്റെ ബാക്കിയാണ് കേട്ടോ. നമ്മുടെ ഗീ റൈസോ ബിരിയാണിയോ മന്തിയോ എന്തുണ്ടെങ്കിലും നോർമൽ ചോറും കറിയും കഴിക്കണ പോലെ എൻജോയ് ചെയ്ത് അവൻ വേറൊന്നും കഴിക്കാറില്ല. അങ്ങനെ അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാനും സമാധാനമായിട്ടിരുന്ന് കഴിക്കട്ടെ. കുറച്ച് മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസത്തെ ചെമ്മീൻ ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2-3 ദിവസത്തെ ലഞ്ചും വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ വീണാസ് കറി വേൾഡിൻ്റെ പുതിയ ബ്രാൻഡിൻ്റെ പേര് മാനിക എന്നാണ് കേട്ടോ. നല്ല ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അവരുടെ പേജ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.